തുടർ ചികിത്സ, പിന്നെ ഉപജീവന മാർഗങ്ങൾ, അങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങളിലുള്ളതായ പാളിച്ചകൾ സർക്കാർ തിരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ ഈ മറുപടിയിൽ കടക്കുന്നതിന് കൂടെ ഒരൊറ്റ കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ അടുത്ത് വന്ന് കുട്ടികൾ കരഞ്ഞു. ഈ കുട്ടികൾ ഉന്നത ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ അമേരിക്കയിൽ പഠിക്കുന്ന ഷിംറോൺ ആലക്കൽ മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന കുട്ടി മുതൽ വിവിധ സ്ഥാപനങ്ങളിൽ സാരജിൻ്റെ എല്ലാവരും പോയതാണ്. സാരജ് ഒറ്റയ്ക്കാണ്. സാരജ് MCAക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുകയായിരുന്നു അന്ന്. അങ്ങനെ തുടങ്ങി നിരവധി കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളുടെ പഠനം മുടങ്ങാതെ ഫീസ് കൊടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച്. അത് സമയബന്ധിതമായി നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട് നടക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഞാൻ 8 പേരെ ഒരു സെപ്പറേറ്റ് ഓഫീസ് എടുത്ത് 8 ജീവനക്കാരെ വെച്ച് അതിന് തണൽ രജിസ്ട്രാറുടെ സഹായം വാങ്ങി അവസാനം ഒരു സ്കീം ഉണ്ടാക്കി ആ കുട്ടികളെ മുഴുവൻ എല്ലാ ഫീസും, റിസ്ക് ഫണ്ട് ഉൾപ്പെടെ, പോക്കറ്റ് മണി ഉൾപ്പെടെ, യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ഫീ, മെസ് ഫീ, വെഹിക്കിൾ ഫീ, യൂണിഫോം, സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെ എല്ലാം ക്രമീകരിച്ച് 134 കുട്ടികളുടെ പഠനം ഇന്ന് മലബാർ ഗോൾഡ്, ഞാൻ MP അഹമ്മദിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, നന്ദി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഏറ്റെടുത്തു. ഇന്ന് ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റി അവിടെ ഒരു കുട്ടിക്ക് BDS സീറ്റ് കൊടുക്കുകയാണ്. 10ഓളം കുട്ടികൾ അവിടെ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. എല്ലാ കുട്ടികളും, സാരജ്, വിഷ്ണു, 2 കുട്ടികൾ മലബാർ ഗോൾഡ് പ്ലേസ് ചെയ്ത് അവിടെ ജോലി ചെയ്യാണ്. നിങ്ങളാണ് ഒരു വലിയ സൈലൻ്റ് എഡ്യൂക്കേഷൻ റവല്യൂഷൻ നടക്കുകയാണ്. അങ്ങനെ കുറേ ഹോപ്പുള്ളതായിരിക്കുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഇനി ഞാൻ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. അതിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച, കോൺഗ്രസ് വിഭാവനം ചെയ്ത 100 വീടെന്ന് പറയുന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് സ്ഥലത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ഞങ്ങൾ നിരവധി സ്ഥലങ്ങൾ കണ്ടു. ഇപ്പോൾ ഞങ്ങൾ സ്ഥലം ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലീഗൽ വെരിഫിക്കേഷൻ അവസാന ഘട്ടത്തിലാണ്. അത് വക്കീലിൻ്റെ വെരിഫിക്കേഷൻ മാത്രം പോരാ, ഉദ്യോഗസ്ഥന്മാരുടെ വെരിഫിക്കേഷൻ വേണം. കാരണം സർക്കാർ ഞങ്ങളുടെ കൂടെയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗ് 100 വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ 105 ഗുണഭോക്താക്കൾക്കും സർക്കാരിൻ്റെ 15 ലക്ഷം വെച്ച് കിട്ടുകയാണ്. വീട് വേറെ കിട്ടുമ്പോൾ ആ ഭവന പദ്ധതിയെ സർക്കാർ ഉടക്കിടുകയാണ്, അവർക്ക് നോട്ടീസ് കൊടുക്കുകയാണ്, തുടങ്ങരുതെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ സർക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വെരിഫിക്കേഷൻസും അന്തിമഘട്ടത്തിലെത്തി. ഞങ്ങൾ ഉടനെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. 100 വീടെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞതായിരിക്കുന്ന കാര്യം ഞങ്ങൾ 6 മാസം കൊണ്ടെങ്കിലും പൂർത്തീകരിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. ഞങ്ങൾ അതിൻ്റെ ലീഗൽ വെരിഫിക്കേഷൻ ഫൈനൽ സ്റ്റേജിലെത്തി നിൽക്കുകയാണ്.